ഫ്രഷ് കപ്പ കിട്ടുമോയെന്ന് തപ്പിയോക്കാന്നും പറഞ്ഞൊരു പോക്ക് പോയതാ. കിട്ടിയതോ ഫ്രോസൺ ടാപ്പിയോക്ക. അവസാനം കിട്ടിയതും കൊണ്ടിങ്ങ് പോന്നു. ഈ ടാപ്പിയോക്കയ്ക്ക് നമ്മൾ കപ്പ എന്നല്ലേ പറയുക. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പൂളാന്നും പറയും. ഇനി അത് കുറച്ച് വെള്ളം ഉപ്പും ചേർത്തൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോഴേക്കും ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ വെന്ത നമ്മുടെ കപ്പയിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. കുറച്ച് നന്നായി ഉടച്ചെടുത്തോട്ട് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകണ്ടേ. പിന്നെ നേരത്തെ ചതച്ച് വെച്ച എല്ലാ പച്ചക്കറിയും ഇതിനകത്തേക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു ചട്ടകം എടുത്ത് ഇതിനെല്ലാ ഭാഗത്തേക്കും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കണേ. ഇതെന്തൊരു ഉറപ്പാണ്. ഇതെന്താ അപ്പോൾ എൻ്റെ കുഴപ്പമാണോ കപ്പയുടെ കുഴപ്പമാണോ? കപ്പയുടെ കുഴപ്പമില്ല, എൻ്റെ കുഴപ്പമില്ല, എടുത്ത ചട്ടകത്തിൻ്റെ കുഴപ്പമാണ്. വെറുതെ അതിൽ കിടന്ന് മെനക്കിടുന്ന സമയം കൊണ്ട് നേരത്തെ ഈ മരച്ചട്ടകം എടുത്താൽ മതിയായിരുന്നു. അപ്പം നിങ്ങൾ നല്ലൊരു ചട്ടകം ഉറപ്പുള്ളതങ്ങ് എടുത്തോട്ടോ. പിന്നെ നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചു. ഇനി നിങ്ങൾ ഫ്രഷായിട്ട് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫുൾ തേങ്ങയുടെ അല്ലെങ്കിൽ ഒരു അരമുറിയെങ്കിലും മിനിമം വേണേ. നല്ല കട്ടിക്കുള്ള പാൽ ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാം പാൽ ആദ്യം വേവിച്ചെടുത്ത് പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം കേട്ടോ. ഏതായാലും എൻ്റെ പണി ഇവിടെ എളുപ്പമായിരുന്നു. കോക്കനട്ട് മിൽക്ക് പൗഡർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണി തീർന്നു. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. പിന്നെ കുറച്ചധികം പാലുള്ള പോലെ തോന്നും, പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ കുറച്ചധികം തന്നെ പാലൊഴിക്കണേ, എന്നാലേ അല്ലെങ്കിൽ ഒരുപാട് കുറുകി കട്ടയായിപ്പോവും. അപ്പം ഈ ഒരു രീതിയിലേക്ക് ആക്കിയെടുത്ത് ലാസ്റ്റ് നമുക്കൊന്ന് വറവിട്ടെടുക്കാം. വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് കുറച്ചധികം ചുമന്നുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് നമുക്കിനി നമ്മുടെ വറ്റൽ മുളകും കൂടെ ചേർത്ത് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഈ വറവെല്ലാം നമ്മുടെ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം. ഞാനിവിടെ മീൻ കറി കൂട്ടിയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് ബീഫ് കറിയോ ഏത് കറി വേണമെങ്കിലും കൂട്ടി കഴിച്ചോ കേട്ടോ. അപ്പോൾ ഇനി ആരും തപ്പി നടക്കണ്ട. ടാപ്പിയോക്ക നമുക്ക് ഫ്രോസൺ കപ്പ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ടാപ്പിയോക്ക ഉണ്ടാക്കാം. അതായത് പാൽക്കപ്പ. കണ്ട നല്ല ക്രീമി ആയിട്ട് തോന്നുന്നുണ്ടല്ലേ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എന്തായാലും കപ്പ വെച്ച് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഫ്രഷ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫ്രോസൺ കപ്പയെങ്കിലും യൂസ് ചെയ്തിട്ട് ഈ സംഭവം ഉണ്ടാക്കി നോക്കുക.